ലോറ ഗ്രീൻസ് ഇൻഡോർ പ്ലാന്റ് ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സി പ്ലാന്റ് ആണ്. സി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ, കെയർ, സി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സി പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം സാമിയ കാൽക്കസ് സാമിഫോളിയ എന്നാണ്. കോമൺലി അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് 4 വെറൈറ്റീസ് ആണ്. അതിൽ ആദ്യം പരിചയപ്പെടുന്നത് ലക്കി ക്ലാസിക് പ്ലാന്റ് ആണ്. ഈ വെറൈറ്റിയുടെ പ്രത്യേകത 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വളരും. പിന്നെ ഇവയുടെ ലീവ്സ് നല്ല ഗ്ലോസി ആയ ഗ്രീൻ കളർ ലീവ്സ് ആയിരിക്കും. അടുത്ത വെറൈറ്റി സാമിയുടെ തന്നെ ബ്ലാക്ക് ആണ്. ഇത് ബ്ലാക്ക് ബ്യൂട്ടി അല്ലെങ്കിൽ റേബൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ ബ്ലാക്ക് ബ്യൂട്ടി അതുപോലെ തന്നെ നമ്മുടെ ലക്കി ക്ലാസിക് പ്ലാന്റ് പോലെ തന്നെ 40 മുതൽ 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വളരും. പിന്നെ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറായിരിക്കും ഇതിൻ്റെ ലീവ്സിന്. നല്ല ഗ്ലോസിയായ ബ്ലാക്ക് കളറുള്ള ലീവ്സ് ആയിരിക്കും. അടുത്ത വെറൈറ്റി സി പ്ലാന്റിന് തന്നെ സെൻസി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സെൻസിയുടെ പ്രത്യേകത ഒരുപാട് വലിപ്പം വെക്കില്ല എന്നതാണ്. ചെറിയ ഒരു പ്ലാന്റ് ആണിത്. നമുക്ക് ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഹൈറ്റിൽ നിൽക്കുന്ന പ്ലാന്റാണ് സെൻസി. സെൻസിയുടെ ലീവ്സ് കുറച്ചും കൂടെ അടുത്തടുത്തായിരിക്കും. പിന്നെ സെൻസിയുടെ ലീവ്സിന് കുറച്ചും കൂടെ കട്ടിയുണ്ട്. മറ്റുള്ള വെറൈറ്റീസിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള ഇലയാണ് സെൻസിക്ക്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വലിപ്പമുള്ള പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന വലിപ്പമുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. സി പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണ് അടുത്ത വെറൈറ്റി. ഇവയ്ക്ക് വൈറ്റും ഗ്രീനും കളറുള്ള ഇലകളായിരിക്കും. ഈ വെറൈറ്റി അത്ര കോമൺ ആയിട്ടുള്ള വെറൈറ്റി അല്ല, എങ്കിലും നമുക്ക് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. മറ്റുള്ള എല്ലാ വെറൈറ്റീസിനെയും വെച്ച് നോക്കുമ്പോൾ ഈ വെരിഗേറ്റഡ് വെറൈറ്റിയുടെ പ്രൊപ്പഗേഷൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ താമസമാണ് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയത്. ഈ സി പ്ലാന്റിൻ്റെ മെയിൻ്റനൻസും കെയറൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ ലൈറ്റിലും സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സി പ്ലാന്റ്. ലോ ലൈറ്റിൽ ഇരുന്നാലും നശിച്ചു പോവില്ല ഒരിക്കലും, പക്ഷെ ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മീഡിയം ആയിട്ടുള്ള ലൈറ്റോ അല്ലെങ്കിൽ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിലോ ഉള്ള ഏരിയ കിട്ടുന്ന ഏരിയ ഉണ്ടാവുമല്ലോ, ബാൽക്കണി പോലുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, അങ്ങനെയുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കണം. സി പ്ലാന്റിന് നനയ്ക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചോളം നമ്മുടെ കൈവിരൽ ആ പോട്ടി മിക്സിൽ താത്തി നോക്കുക. നനവില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നനച്ചു കൊടുക്കുക. ഡ്രെയിനേജിൽ കൂടെ വെള്ളം പോകുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വാട്ടറിങ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. എത്ര ദിവസങ്ങൾ കൂടുമ്പോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പിന് മാത്രം, അങ്ങനെ ഒരു ഗ്യാപ്പിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. സി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മഞ്ഞ ഇലയായിട്ട് കരിഞ്ഞു പോയ ഒരു തണ്ടെടുത്തിട്ട് കുത്തിയതാണ്. അത് കണ്ട് അതുവരെ അടിയിൽ കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി അതിന് ക്ലിപ്പ് വന്നോളും. സി പ്ലാന്റിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കിഴങ്ങുകളാണുള്ളത്. ആ കിഴങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം അബ്സോർബ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഡ്രൈ ആയാലും മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എപ്പോഴും സി പ്ലാന്റ് നശിച്ചു പോകാൻ കാരണം നമ്മുടെ ഓവർ വാട്ടറിങ് തന്നെയാണ്. അണ്ടർ വാട്ടർ ആയതുകൊണ്ട് ഒരിക്കലും സി പ്ലാന്റ് നശിച്ചു പോകത്തില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെള്ളത്തിൽ ഇവയെ വളർത്താൻ കഴിയും. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടാലും വേഗം തന്നെ വേര് വരും, പിന്നീട് കിഴങ്ങും വരും. അങ്ങനെ നമുക്ക് വെള്ളത്തിലും ഇവയെ വളർത്താൻ കഴിയും. ആദ്യമായി ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്ലാന്റ് സി പ്ലാന്റ് ആണ്. പിന്നെ സെറാമിക് പോട്ടിൽ ഈ പ്ലാന്റ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെന്ന് തന്നെ തോന്നും. പിന്നെ ഇത് ഏറ്റവും നല്ല ഗിഫ്റ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സി പ്ലാന്റ് തന്നെയാണ്. മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായതുകൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് സി പ്ലാന്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.